പെണ്ണുങ്ങളെ ചവിട്ടി കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് BJPയുടെ ഒരു മാർച്ച് നടന്നതിന് ശേഷം അവിടേക്ക് സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ പ്രകടനവുമായി വന്ന് ബസ് കാത്തു നിന്ന BJP പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. BJP പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ അതിനടുത്തുള്ള പരിസരവും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പ്രതിഷേധിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. BJPയുടെ പ്രകടനം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും. ഇവിടെ ഇരിക്കുന്ന വനിതകളെ ഉൾപ്പെടെ CPMന്റെ DYFIയുടെ ഗുണ്ടകൾ ആക്രമിക്കാനുണ്ടായത്. CPMന്റെ DYFIയുടെ ഗുണ്ടകൾ കൊടി വലിച്ചു പറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകരെ ഉൾപ്പെടെ അടിച്ചു. ഒരു പരിപാടി കഴിഞ്ഞു പോയ ആൾക്കാരാണ് BJPയുടെ ആൾക്കാരെ അടിച്ചത്. കൊടി മുഴുവൻ പറിച്ചു പറഞ്ഞു. പോലീസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പോലീസ് ഈ പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ് CPMന്റെ DYFIയുടെ ഗുണ്ടകൾ അടിച്ചേക്കുന്നത്. പോലീസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈ പെണ്ണുങ്ങളെല്ലാം ചവിട്ടി ചുമ്മായിട്ട് അടിക്കുക. ഞങ്ങളവിടെ മര്യാദയ്ക്ക് വണ്ടി നോക്കി നിൽക്കുമായിരുന്നു. ഒരു കാലമില്ലാതെ ചുമ്മാ വണ്ടിക്കടയിട്ട് അടിക്കാതെ പോലീസുകാർ വെറുതെ നോക്കി നിൽക്കുന്നത്. പോലീസുകാർ ഒരു കാര്യത്തിലും ചെയ്തിട്ടില്ല. ഇവിടെ മര്യാദയ്ക്ക് നിന്ന സമയത്താണ് നാട്ടി ഉണ്ടാക്കിയത്. ഇവിടുന്ന് പ്രതിഷേധം വന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിയുടെ വാസവന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തിയാണ് ഈ നാണം കെട്ടവന്മാർ ഈ പണി കാണിക്കുന്നത്. വാസവന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തിയാണ്. ഒരു മന്ത്രിയുടെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പാവങ്ങളെ കൂടി അടിക്കാൻ പറ്റുമോ? ഇതാണ് മര്യാദ. ഇവിടെ പെണ്ണുങ്ങളെ ഉൾപ്പെടെ അടിച്ചത്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രകടനം വാസവന്റെ അങ്ങോട്ട് നടത്തിയിട്ട് ഒരു CPM-കാരനെ ആക്രമിച്ചിട്ടില്ല. ഇവിടെ പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ് CPM-മാർ അടിച്ചത്. ഇവിടെ കൊടി വലിച്ചു പറിച്ചു കളഞ്ഞു. ഇവിടെ BJPയുടെ ആളുകളെ വളഞ്ഞിട്ടടിക്കുവാണ്. വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോയതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന ഒരു വ്യക്തിയാണ് ആ പുള്ളി. ആ പുള്ളിയുടെ വെറുതെ നിന്നത്. ആ പുള്ളിയിലാണ് അവരെല്ലാവരും കൂടെ കൂടി ഓടി വന്ന് ചതച്ചത്, തല്ലി ചതച്ചത്. ഒരു തെറ്റും ചെയ്യാതെ വെറുതെ നിന്ന ആ പുള്ളി. മനസ്സിലായോ? പോലീസുകാർ പിടിച്ചു മാറ്റില്ല. അവർ വെറുതെ നിൽക്കുമായിരുന്നു. മനസ്സിലായോ? വെറുതെ ഞങ്ങൾ വണ്ടി കാത്ത് നിന്ന ആളെയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ആളെയാണ് ആ പിടിച്ച് അവരാ ചതച്ചത്. അതുപോലെ ഇത് വെറുതെ വിടാൻ പറ്റില്ല. പോലീസുകാർ നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുക. 3-4 പോലീസുകാരോട് ഞാൻ പറഞ്ഞു പിടിച്ചു മാറ്റണം, അവരെ തല്ലാൻ അനുവദിക്കരുത്. പെണ്ണുങ്ങളെ തല്ലോ. ഇങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെ അറിയാം. പക്ഷെ അടി അങ്ങോട്ട് കൊടുക്കാതാണ് ഈ പരിപാടിയായിട്ട് വന്നത്. അതുകൊണ്ട് അറിയാൻ പരിപാടി ഇതൊരു കുഞ്ഞു ഒച്ചാന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ അവന്മാര് പാഞ്ഞു കയറി വന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഷായി എന്നാണ്. BJPയുടെ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൊണ്ട് പ്രസിഡന്റാണ്. ഞങ്ങൾ സമരപരിപാടി കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇവിടെ ഞങ്ങളെ വാഹനം നോക്കി നിൽക്കുന്നത് തിരിച്ചു പോകാൻ വേണ്ടി. അന്നേരമാണ് ഇമാരെ കാപാലികരായ കുറേ ആൾക്കാർ വന്നിട്ട് സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ ആക്രമിച്ചു. അത് ഞങ്ങൾ യാതൊരു പ്രകോപനം ഞങ്ങൾ പോയില്ല. സമരം നടന്നിടത്ത് പോലും ഞങ്ങൾ പോയില്ല. ഇവിടെ വന്നിട്ടാണ് ഞങ്ങളൊരു ആക്രമിക്കാൻ ശ്രമിച്ചത്. അവരെ കൊല്ലാൻ വേണ്ടി തന്നെ ഞങ്ങൾ ശ്രമിച്ചു എന്ന് വേണം കരുതാൻ.
ഒരിക്കലും പറയാനില്ല. ആരെയില്ലല്ലോ അവരൊക്കെ. പരിപാടി അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യണം. നിയമം കൊണ്ട് പെരുമാറും. ഞങ്ങൾ തല്ലിട്ട് യാതൊരു കാരണമില്ല. ഞാൻ വെറുതെ എന്നെ തല്ലി. അങ്ങനെ ഒന്നും ആവശ്യമില്ല. പ്രകടനം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരെ തല്ലേണ്ട ആവശ്യമില്ല. അത് പാർട്ടിക്കാർ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വെറുതെ നിന്നാ എന്നെ ഇങ്ങനെ കണ്ടതാ. വെറുതെ എന്നെ ഇതുണ്ടോ തലക്കുണ്ടോ? വേറെ വഴി നിന്നാലും തല്ലേണ്ട കാര്യമുണ്ടോ? ഞങ്ങളെ തന്നെ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? പെണ്ണുങ്ങളെ ചവിട്ടി ഈ നമ്മുടെ സൈഡിൽ വെച്ചിരുന്ന കൊടി എല്ലാം കൂടെ ഇവരെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞ്. അപ്പൊ ഞങ്ങൾ നിന്ന സൈഡിലുണ്ടായിരുന്നു കൊടി. അത് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾ എടുത്ത് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളാന്ന് പോലും നോക്കാതെ അവർ കയറി വന്നു. സ്ത്രീകളാന്ന് പോലും നോക്കാതെ അവർ വന്നു. എന്റെ കൊച്ചിനെ ഉൾപ്പെടെ അവര് തല്ലി. ഉൾപ്പെടെ അവര് പിടിച്ച് തള്ളി. ഞങ്ങളെല്ലാം ഇടിച്ച് താഴെ വണ്ടിക്കിടയിലോട്ട് തെള്ളിയിട്ട് ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടൻ ചുമ്മാ നിന്നാ ചേട്ടനെ എടുത്തിട്ട് അടിച്ചു. നടക്കത്തില്ല. തെള്ളിയിട്ട് എന്റെ കൊച്ചിനെ വണ്ടിയുടെ ഇടയിലോട്ട്. ഞങ്ങൾ സ്കൂട്ടറിൽ ഇരിക്കുവായിരുന്നു. മനുഷ്യന്മാരാണോ അറിയുന്നത്? എന്റെ കുഞ്ഞിനെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. നടക്കത്തില്ല. സമാധാനപരമായിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ മാന്യമായ രീതിയിൽ ഞങ്ങൾ പോയിട്ട് വന്നത്. ഞങ്ങൾ ഒന്നും ചെയ്യാൻ ഞങ്ങൾ വണ്ടി വരാൻ വെയിറ്റ് ചെയ്ത് നിന്നാണ്. എന്റെ കുഞ്ഞിനെയാണ് അവര് ചെയ്തത്. ഞാൻ സമ്മതിക്കത്തില്ല. നടപടി എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഏത് കൊടി കുത്തിയവനാണെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല. അടിച്ചു ചേർത്തോ പോലീസുകാർ ഒരു പോലീസുകാർ സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങള്. തള്ളിയിട്ട് അവര് പോയത്. ആഘോഷിച്ചോണ്ട് അവന്മാര് വന്നത് എന്നാടിയും ചോദിച്ചോണ്ട്. എന്റെ കൊച്ചിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനം അനാവശ്യമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം നേതൃത്വത്തിലുള്ള എന്ന് പറയുന്ന കാറ്റ് കാണണ്ടേ? അപ്പൊ അല്ലെങ്കിൽ പറ്റത്തില്ല. ഞങ്ങൾ കുറ്റവാളി അന്നേരമാണെങ്കിൽ ആൾക്കാരും ഞങ്ങളെല്ലാം ഉന്തിയിട്ട് അതെല്ലാം വലിച്ചു വരച്ചു. ഒരു ചേട്ടൻ വന്ന് പ്രതികരിച്ചു. അന്നേരം ആ ചേട്ടൻ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അടിച്ചു. ആ ചേട്ടൻ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അടിച്ചു. ഞങ്ങൾ തള്ളിയിട്ട് ആ വണ്ടിക്കിടെ ഞങ്ങളെ തള്ളിയിട്ട് ഈ പോലീസുകാർ
അവരെ അറസ്റ്റ് ചെയ്യാതെ ഇവിടുന്ന് ഞങ്ങൾ മാറുന്നില്ല. ഇവിടെ എന്ത് സംഭവിച്ചത് അറിയാതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അറസ്റ്റ് ചെയ്ത് മാറ്റാതെ ഞങ്ങൾ മാറത്തില്ല. ചുമ്മാ വർദ്ധിക്കാൻ മാത്രം അത്ര മോശമായി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അവർ അറസ്റ്റ് ചെയ്യാതെ സമയം തീരുവല്ല, ഈ പ്രശ്നം തീരുവല്ല. അല്ല, ഈ തോന്നിവാസം സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ സമരം നടത്തുന്നത് അതാ പറഞ്ഞത്. ഇത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ തോന്നിവാസമാണ്. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലൊരു കൊച്ചു കുട്ടിയെപ്പോലും ആലോചിക്കണം. ഒരു മര്യാദ വേണ്ടേ? ഇതുമാരെ ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് ഈ CPM ആൾക്കാർ. അല്ല, എന്തായാലും അതുകൊണ്ട് ഒരു സമാധാനപരമായിട്ട് സമരം കഴിഞ്ഞ് പിരിഞ്ഞു പോയ ആളുകളോട് ഞങ്ങളുടെ സമരത്തിൽ കൈകെട്ടി നമ്മൾ നോക്കിക്കത്തില്ല. നോക്കാം എന്ത് വരുന്നത്. അല്ല, പോലീസുകാർ നോക്കട്ടെ, ഞങ്ങളെ മാറ്റാൻ പറ്റും നോക്കട്ടെ. ലിജിനെ കൊച്ചിനെ അടിച്ചു വണ്ടി എടുക്കാൻ കൊച്ചിനെ തല്ലിന്ന് വണ്ടി പിടിയല്ല. ഇവിടുന്ന് വണ്ടി പോകില്ല. ഇവിടുന്ന് അങ്ങോട്ട്
കറക്റ്റ് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ തടി ഞങ്ങളെ പിടിച്ചു പറിച്ചിട്ടോ കൊള്ളയടിച്ചിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഉള്ളവരൊന്നുമല്ല. ഞങ്ങൾ മാന്യമായി അന്തസ്സായിട്ട് സമരം ചെയ്തവരാ. ഞങ്ങളെ ഒരു മണ്ഡലം പ്രസിഡന്റായിട്ട് എന്നെ ഉൾപ്പെടെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ചത്ത വീടാരെ ഞാൻ മാറത്തുള്ളൂ. എന്റെ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കുള്ളതാണ്. ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കാതെ പോകുന്ന യാതൊരുവിധ സമീപനവും ഇല്ല. ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. വാസവന്റെ വീട്ടിലോട്ട് നടത്തിയ മാർച്ചില്, ആ മാർച്ചിനകത്ത് ഇവിടെ 10,000 BJPയുടെ പ്രവർത്തകർ എന്ന സമയത്ത് ഇവര് ആ സമയത്ത് അവിടെ പാത്തു നിന്നല്ലാതെ തൻ്റെ ഇടമുള്ള നട്ടലുള്ളവന്മാര് ആ സമയത്ത് വരാറ്. ഇത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ബസ് കാത്ത് നിന്ന ആൾക്കാരെ തല്ലിയത്, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടമായിട്ട് തല്ലിയത്, അടിച്ചത്. ഇതിനകത്ത് പോലീസ് കാണിച്ച പരിപാടി എന്നോട് ഉൾപ്പെടെ ഇവിടെയുള്ള പ്രവർത്തകരോട്, വനിതാ പ്രവർത്തകരോട് പോലീസ് പറഞ്ഞ് നിങ്ങൾ ജീവൻ വേണേ ഓടി രക്ഷപ്പെട്ടോളെ പറഞ്ഞു. ഇത് കൂടെ നാളം കെട്ട പോലീസാ ഇവിടെയുള്ള. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം. അടിക്കണേ അന്തസ്സായിട്ട് നേർക്ക് നേരെ വാസവന്റെ അവിടെ നിന്നപ്പം അടിക്കാൻ വരാതെ ഇത് കൂടെ നാളം കെട്ട കളി ഇവന്മാര് കളിച്ചു.